ഹായ്, ഞാൻ റീന വി ജോർജ്. UPI പണമിടപാടുകൾ ചിലവേറുന്നുവോ? ഇന്ത്യയിൽ നിലവിൽ ₹1 മുതൽ 1,00,000 വരെ UPI പണമിടപാടുകൾ തികച്ചും സൗജന്യമാണ്. ഈ അടുത്ത ദിവസം RBI ഗവർണർ ശ്രീ സഞ്ജയ് മൽഹോത്രയുടെ അധികകാലം ഇങ്ങനെ മുൻപോട്ടു പോകാനാകില്ല എന്ന പരാമർശം എല്ലാവരിലും ആശങ്ക ഉളവാക്കുന്നു. ഓഗസ്റ്റ് 1 മുതൽ ചില നിയന്ത്രണങ്ങൾ UPI ഇടപാടുകളിൽ ആരംഭിക്കുന്നു. ബാലൻസ് ചെക്കിംഗ് ദിവസം 50 തവണ മാത്രം, അക്കൗണ്ട് ലിസ്റ്റ് റിക്വസ്റ്റ് 25 തവണ മാത്രം. UPI ഇടപാടുകൾ കൂടുതൽ സുഗമമാക്കുന്നതിനാണ് ഈ നിയന്ത്രണങ്ങൾ എന്നാണ് NPCI വിശദീകരിക്കുന്നത്. എങ്കിലും ചിലവേറാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണോ ഇത്? ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്ത ഇന്ത്യയുടെ ഏറ്റവും പുരോഗമനപരവും വിജയകരവും അഭിമാനകരവുമായ ഒരു ഫൈനാൻഷ്യൽ ടെക്നോളജിയാണ് UPI സിസ്റ്റം അഥവാ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. മെയ് 2025 1867 കോടി UPI പണമിടപാടുകൾ, 25 ലക്ഷം കോടി US ഡോളറിന് തുല്യമായ തുകയ്ക്കുള്ള ഇടപാടുകൾ. ലോകമാകെ നടക്കുന്ന ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ഇടപാടുകളിൽ 46% UPI വഴി. അതിനിയും വളർന്നുകൊണ്ടേയിരിക്കുന്നു. ചൈനയുടെ പേയ്മെൻറ്റ് സിസ്റ്റത്തെയും US-ൻ്റെ വിസ കാർഡിനെയും തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ UPI മുന്നോട്ട്. ലോകത്ത് 1-ാം സ്ഥാനത്ത്. എന്താണ് UPI? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ഇന്ത്യയുടെ ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം, അതായത് റിയൽ ടൈം പേയ്മെൻറ്റ്. 2016 ഏപ്രിൽ 11 നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI എന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ പബ്ലിക് സെക്ടർ സ്ഥാപനം ആരംഭിച്ച ഒരു സിസ്റ്റമാണ് UPI. അത് ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ന് 500 മില്യൺ ഉപഭോക്താക്കളുണ്ട് UPIക്ക്. 2016 മുൻപ് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ 1 മുതൽ 3 വർക്കിംഗ് ഡേയ്സ് വരെ ആവശ്യമുണ്ടായിരുന്നത് ഇപ്പോൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ UPI ഉപയോഗിച്ച് നടത്തുന്നു. ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണിത്. ആമസോൺ പേ, ഭീം, ക്രെഡ്, CSV പേ, ഫെഡ് മൊബൈൽ, ഫൈമണി, ഗൂഗിൾ പേ, ഗ്രോ, ഫോൺ പേ, പേടിഎം, സിംപ്ലി പേ ഇതെല്ലാം UPI സപ്പോർട്ടുള്ള ആപ്ലിക്കേഷൻസാണ്. ഇപ്പോൾ UPI പേയ്മെൻറ്റ്സ് UAE-ലും അവൈലബിൾ ആക്കിയിരിക്കുന്നു. ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും UPI ഇടപാടുകളിൽ പങ്കുചേരുന്നുണ്ട്. ഇപ്പോൾ 1.1% ഇൻ്റർചേഞ്ച് ഫീ ആയി ബാങ്കുകൾ ഈടാക്കുന്നുണ്ടെങ്കിലും അത് സബ്സിഡിയായി കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നു. ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും വളരെയേറെ ഗുണങ്ങളുണ്ട്. ഒന്ന്, പണമിടപാടുകൾ അക്കൗണ്ട് ത്രൂ ആകുമ്പോൾ വ്യാപാര മേഖല സുതാര്യമാകുന്നു. ഗവൺമെൻറ്റിന് കൂടുതൽ ടാക്സ് ലഭിക്കുന്നു. നികുതി വെട്ടിപ്പ് കുറയുന്നു. കറൻസി അച്ചടിക്കേണ്ടത് കുറയുന്നു. കള്ളനോട്ടുകൾ കുറയുന്നു. പണമിടപാടുകൾ ജനങ്ങൾക്ക് വളരെ എളുപ്പമാകുന്നു. അതോടൊപ്പം സേഫ്റ്റിയും കൂടുന്നു. ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും ഇത് ഒരു സൗജന്യ സേവനമായി അധികകാലം തുടരുമോ എന്ന് സംശയമാണ്. ചാർജുകൾ ഈടാക്കാൻ ആരംഭിക്കുന്ന സമയം ഒരുപക്ഷെ നീണ്ടുപോയേക്കാം. അങ്ങനെയേ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാനാവുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ. താങ്ക് യു.